ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലടക്കം, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലടക്കം ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, മാസക്കണക്കിന് ദിവസങ്ങളിൽ ഇവിടെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ കാലഘട്ടമുണ്ട്. ഇല്ലെന്ന് ഇവരാരും പറയില്ല, മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി. ഒരു അണാ പൈസ ആർക്കെങ്കിലും ഇന്ന് വരെ കിട്ടാതെ പോയിട്ടുണ്ടോ ചേട്ടാ ഒന്ന് അന്വേഷിക്കണം. അങ്ങനെ കൊടുത്ത ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. കഴിഞ്ഞ 40-50 വർഷക്കാലമായി തിരുവനന്തപുരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളുടെ നീറുന്ന വിഷയമായിരുന്ന കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ 2014 ഇപ്പുറത്ത് നരേന്ദ്രമോദി വരേണ്ടി വന്നു എന്നുള്ളത് ഒന്ന്. അത് കഴിഞ്ഞിട്ട് ആറ്റിങ്ങൽ ബൈപ്പാസ്, അത് എത്ര കാലം മുടങ്ങിക്കിടന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ. ആലപ്പുഴ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്റെ നാട്ടിലെ ആലപ്പുഴയിലെ ബൈപ്പാസ് 40 വർഷത്തിന് ശേഷം ശാപമോക്ഷം കൊടുത്ത ആളിന്റെ പേര് നരേന്ദ്രമോദി എന്നും ആ പേര് ഭാരതീയ ഗവൺമെന്റ് എന്നുമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു 10,048 കോടി രൂപയുടെ പുതിയ പ്രോജക്ട് പ്രഖ്യാപിച്ചിട്ട് പോയി. 40,000 കോടി രൂപയുടെ NHIയുടെ പുതിയ സ്ട്രെച്ചുകൾ പ്രഖ്യാപിച്ചിട്ട് പോയി. അതുപോലെ തന്നെ 3 അമൃത് ഭാരത് ട്രെയിൻ പ്രഖ്യാപിച്ചു. ഇവിടെ ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റിന്റേതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളല്ലാതെ മറ്റേതെങ്കിലും ഒരു പദ്ധതി ഇന്ന് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉയർത്തിക്കാട്ടാനുണ്ടോ?